കേരള സ്കൂൾ കായികമേളയ്ക്ക് അല്പസമയത്തിനകം തിരിതെളിയും. മുഖ്യമന്ത്രിയാണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. IM വിജയൻ ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ ചേർന്ന് ദീപശിഖ തെളിയിക്കും. ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഒപ്പം ദീപശിഖ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നാളെ മുതൽ മത്സരങ്ങൾ തുടങ്ങും. തത്സമയ കാഴ്ചകളും വിവരങ്ങളുമായി 24 സർവ്വസജ്ജമായ ട്രാക്കിലുണ്ടാകും. തത്സമയ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അല്പസമയത്തിനകം കായികമേളയ്ക്ക് തിരിതെളിയും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദീപശിഖ തെളിയിക്കും. നാളെ മുതലാണ് മത്സരങ്ങൾ. 12 വേദികളിലായി മത്സരങ്ങൾ. ഏതാണ്ട് 20,000-ഓളം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പുതിയ റെക്കോർഡുകൾ പിറക്കുമെന്ന പ്രതീക്ഷ. അങ്ങനെ വലിയ പ്രതീക്ഷയിൽ തുടങ്ങുന്ന കായികമേള 67ാമത് എഡിഷന് അല്പസമയത്തിനകം തുടക്കമാകും. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, മുഖ്യമന്ത്രി എത്തിയോ? എപ്പോഴാണ് ഉദ്ഘാടനം? മാർച്ച് പാസ്റ്റിന് സമാപനമായിരിക്കുന്ന ഇനി ദീപശിഖ തെളിയിക്കേണ്ട ആ നിമിഷമാണ്. താരങ്ങൾ ബാറ്റൺ കൈമാറിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്കകം പോയിന്റിലേക്ക് എത്തുന്നതാണ്. വിവിധ മുൻകാല താരങ്ങൾ, ഓരോ പ്രതിഭകൾ, അവരിൽ നിന്നൊക്കെ മാറി മാറിയാണ് ഈ ബാറ്റൺ വരിക. അതിനുശേഷം ഓരോ താരങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ അഭിമാന താരം പത്മശ്രീ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്നാണ് ഈ ലൈറ്റ്നിങ് കർമ്മം നിർവഹിക്കുക. ദീപശിഖ തെളിയിക്കുന്ന ചടങ്ങ് അവിടെയായിരിക്കും. എന്തായാലും ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ 2 താരങ്ങളെ നമുക്ക് കാണാം. ഇവരും ഈ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമുക്ക് അനുരാഘവനെ കാണാം, അത്ലറ്റ്. അവരുമടക്കം ഇത്തവണ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാണ്. അനുരാഘവനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്കൂൾ മീറ്റുകളിലൂടെ മിന്നിത്തെളിഞ്ഞു വന്ന ഏഷ്യൻ ഗെയിംസ് അടക്കം പങ്കാളിയായിട്ടുള്ള താരമാണ്, മത്സരിച്ചുള്ള താരമാണ് അനുരാഘവൻ. ഇപ്പോഴും അടുത്ത കാലത്ത് നടന്ന ഇന്റർ സ്റ്റേറ്റ്സ് മീറ്റിൽ അടക്കം പങ്കെടുത്ത വലിയ പ്രകടനം കാഴ്ചവെച്ച താരമാണ് അനുരാഘവൻ അടക്കമുള്ള താരങ്ങൾ ഈ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിത്താരങ്ങളിലൂടെ ബാറ്റൺ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് അങ്ങ് ദൂരെ നിന്ന് ട്രാക്കിൽ നിന്ന് കാണാം. വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷം ബാറ്റൺ കൈമാറി ഈ താരങ്ങളിലേക്കും അനുരാഘവൻ അടക്കമുള്ള താരങ്ങളിലേക്കും ഒക്കെ തന്നെ മാറിയ ശേഷമായിരിക്കും ബാറ്റൺ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം IM വിജയനിലേക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കൈകളിലേക്ക് എത്തുക. ഇതാ ഇന്ത്യൻ താരം അനുരാഘവൻ ബാറ്റൺ സ്വീകരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനുരാഘവൻ വിദ്യാർത്ഥികളിൽ നിന്ന്, സർവൻ അടക്കമുള്ള കായിക താരങ്ങളിൽ നിന്ന്, ഇപ്പോൾ അവിടെ എത്തിയുള്ള താരങ്ങളിൽ നിന്ന് ബാറ്റൺ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് അനുരാഘവൻ സ്വീകരിക്കുന്ന കാഴ്ച കാണാം. അനുരാഘവൻ ബാറ്റണുമായി ഇനി പോയിന്റിലേക്ക്, ലൈറ്റ്നിങ് പോയിന്റിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും ഇനി അനുരാഘവൻ ആ ബാറ്റൺ കൈകാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇൻക്ലൂസീവ് വിഭാഗത്തിൽ വരുന്ന, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യമുള്ള, അതായത് ഇൻക്ലൂസീവ് ഡിസേബിൾഡ് വിഭാഗത്തിൽ വരുന്ന താരങ്ങളൊക്കെ തന്നെ കാസർഗോഡിൻ്റെയും ഒക്കെ താരങ്ങൾ ചേർന്നാണ് ഈ ലൈറ്റ്നിങ് ചടങ്ങിന്റെ ഭാഗമാകുന്നത്. അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ച കാണാം. അനുരാഘവൻ നമ്മുടെ അഭിമാന താരം, ഒപ്പം തന്നെ അവർക്കൊപ്പം തന്നെ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മത്സരിക്കുന്ന താരങ്ങളെ കൂടി ഈ ലൈറ്റ്നിങ് ചടങ്ങിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇനി ഈ ലൈറ്റ്നിങ് നേരെ എത്തുന്നത് IM വിജയനിലേക്കും വിദ്യാഭ്യാസ മന്ത്രിയിലേക്കുമാണ്. അവരിലെത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയുള്ള പോയിന്റിൽ ഈ ദീപശിഖ തെളിയിക്കുന്നത്. കഴിഞ്ഞ തവണ ഹോക്കി ഇതിഹാസം PR ശ്രീജയശങ്കരെങ്കിൽ ഇത്തവണ മറ്റൊരു ഇതിഹാസ താരം, ഫുട്ബോളിലൂടെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ, കേരളത്തിന്റെ പ്രശസ്തി വളരെയധികം ഉയർത്തിയ IM വിജയൻ അടക്കമുള്ള IM വിജയനെ പോലൊരു താരമാണ് ഇത്തവണ. കഴിഞ്ഞ തവണ PR ശ്രീജയശങ്കർ, ഇത്തവണ IM വിജയനാണ് ലൈറ്റ്നിങ് ചടങ്ങിന് എത്തുക. ദീപശിഖ തെളിയിക്കാൻ പോകുന്നു. താരങ്ങൾ ബാറ്റൺ കൈമാറി. IM വിജയൻ വൈകാതെ തന്നെ ഈ ബാറ്റൺ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിനുശേഷമായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയും IM വിജയനും ഈ ലൈറ്റ്നിങ് പോയിന്റിലേക്ക് എത്തുക. അവിടെ വെച്ചായിരിക്കും ഇനി ഈ ലോഗോ മാതൃകയിൽ തയ്യാറാക്കിയുള്ള പ്രത്യേക ലൈറ്റ്നിങ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ വളരെ മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു ദൃശ്യം തന്നെയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വേദി കൂടിയായി മാറുകയാണ് സ്കൂൾ ഒളിമ്പിക്സ്. കഴിഞ്ഞ തവണ ആദ്യമായി ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട മത്സരങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാക്കി. ഇത്തവണ അവരെ കൂടി ലൈറ്റ്നിങ്ങിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ ലൈറ്റ്നിങ് പോയിന്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. വേദിയിൽ നിന്ന് IM വിജയനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഇറങ്ങി വരുന്ന കാഴ്ച കാണാം. അവർ എത്തിയ ശേഷം ഈ ലൈറ്റിംഗ് അവർ ഇവിടെ തെളിയിക്കും. അതോട്
ഇതോടുകൂടി നമ്മുടെ മേളയ്ക്ക് ഇനി വരുന്ന കായിക മാമാങ്കത്തിന് തിരിതെളിയും എന്നുള്ളത് നമുക്ക് ഔദ്യോഗികമായി പറയാം. വൈകാതെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി എത്തി ഈ മേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.